പോ. ഇനി വേറെ ആരും വേണ്ട, ഒരിടത്ത് നമ്മൾ ഇരുത്തിയാൽ മതി. ഒരു ടീമും വേണ്ട, ഗ്രൂപ്പും വേണ്ട, ആരും വേണ്ട, ഒരാളും മതി. എന്താല്ലേ ഒരു രാജകീയമായ ഇരിപ്പിൽ അങ്ങ് തകർക്കുവാണ്. അതെ, ചില ഇല്ലത്തൊക്കെ നമ്പൂരിമാരിങ്ങനെ ഇരിക്കും പോലെ ചാരുകസയില് ഇങ്ങനെ അതിനൊരു ആഠ്യത്വമുണ്ട് അവന്റെ മുഖത്തുണ്ട് അല്ലേ. പക്ഷെ നാദിക്ക ഇത് മാത്രല്ല, ഇനി ഒരുപാട് ഐറ്റം വരാനിരിക്കുന്നേ ഉള്ളൂ അല്ലേ മോനെ? നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഏതാ ചെയ്യാൻ പോന്നേ? ട്രെയിൻ പോകുന്ന ശബ്ദം. ട്രെയിനിന്റെ ശബ്ദമാണ് മോനെ. അപ്പൊ ഒരു പണി, ട്രെയിൻ ചെയ്യുമ്പോ അതിന്റെ ഹോൺ ഞാൻ ഇട്ട് തരാം കേട്ടോ. ഓക്കെ ഓക്കെ. സൂപ്പർ ആഡ് ഓൺ ട്രെയിനും കൂടെ പൊളിച്ചല്ലേ, നല്ല രസമായിരുന്നല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ. അത് പണ്ടത്തെ മലയാള സിനിമകളിൽ കുതിര ഓടുന്ന ശബ്ദം. ശബ്ദം ഞാനിടും. പിന്നല്ല, കുതിരക്ക് എന്തൊരു എഫക്റ്റ് ആയിരുന്നു ഇവിടെ. കൊറോണയ്ക്ക് മുമ്പായിരുന്നെങ്കിൽ ഇതിലും എഫക്റ്റ് ആയിരുന്നു. ഇപ്പൊ പറ്റണില്ല. കുറച്ച് കുതിര ക്ഷീണിച്ചോന്നൊരു സംശയമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ഒട്ടകത്തെ തട്ടിക്കോ എന്ന പാട്ടിന്റെ ട്യൂൺ. ഓക്കെ, ശരി. 1 2 3 4. ഫൈനൽ വൺ പോലെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലാസ്റ്റ് വൺ, ഒരു കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന ഉരുൾമേളം കണ്ടു നോക്കാം അല്ലെ, ഉരുൾമേളം എന്താണെന്ന്. ശരി, ഓക്കെ, റെഡി. ഗംഭീരമാക്കി കളഞ്ഞു. ഇത് എങ്ങനെ എപ്പോഴാ സ്റ്റാർട്ട് ചെയ്തത് ചെണ്ടമേളമൊക്കെ? ചെണ്ടമേളം ഞാൻ എൻ്റെ 5ാം വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങി. 7ാം വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞു. ഒരു 130ഓളം സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. 9ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഈ ഫുൾ മൊത്തം കൈ കാല് അതൊക്കെ എപ്പോഴാ? അത് ഒരു 4 മാസമാവും, അത്രേ ഉള്ളൂ. നാദിക്ക, എങ്ങനെ ഉണ്ടായിരുന്നു പ്രതിഭയുടെ പെർഫോമൻസ്? ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വട്ടപ്പാറ ലൂർദ്മോൺ പബ്ലിക് സ്കൂൾ. സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ കൊറോണയ്ക്ക് ശേഷം? ഇല്ല. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ സമയം കിട്ടണ്ടല്ലേ? ഓ, കിട്ടുന്നുണ്ട്. ആരാണ് ഗുരു? എന്റെ ആദ്യ ഗുരു പൗടിക്കോണം സുരേന്ദ്രൻ ആശാനായിരുന്നു. ഇപ്പോൾ എന്റെ ഗുരു വട്ടക്കരിക്കം വേണു ആശാനാണ്. മോന്റെ പ്രായത്തില് കൃത്യമായിട്ട്, അതായത് ചേട്ടാ, എന്റെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് നമ്മള് എല്ലാ, അതായത് 2 കാലും 2 കൈയും വർക്ക് ചെയ്തിട്ടാണ് മറ്റേ അഭ്യാസം കാണിച്ചത്. അതൊക്കെ ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ചെണ്ടയിൽ കൂടി മിമിക്രി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ മോൻ്റെ പ്രായത്തിൽ വെച്ചിട്ട് നല്ല ഒരു ഒബ്സർവേഷനാണത്. മോൻ്റെ ഒരു ഏജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മോന് ഒരുപാട് ഉയരാനായിട്ടുള്ള സാധ്യതകൾ കാണുന്ന ഒരു കലാകാരനാണ്. ഇതിൻ്റെ അകത്ത് പല പരീക്ഷണങ്ങളും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളല്ല, ഇതിന് മേളിലേക്ക് നമുക്ക് മറ്റാരും ചെയ്യാത്ത തരത്തിലുള്ള എന്താണ് ചെണ്ടയിൽ നമുക്ക് ചെയ്യാൻ പറ്റണത് എന്നുള്ളത് കൃത്യമായിട്ട് മോന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മോനത് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ പല കാര്യങ്ങളും മോന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ശ്രീരാഗിനെ ഞങ്ങൾ ഒരു ചിലപ്പോൾ ഒരു 5-6 മാസം കഴിയുമ്പോൾ കണ്ടാൽ പോലും ശ്രീരാഗ് ഇതിനേക്കാൾ ഒരു 3 പടി മുകളിൽ നിൽക്കുന്ന കലാകാരനായിട്ട് വരണം കേട്ടോ. താങ്ക് യു ഇക്ക. ബൈ ചേട്ടാ.
ശ്രീരാഗ് എന്ത് ചോദ്യം ചോദിച്ചാലും വളരെ വ്യക്തമായ മറുപടി കൊടുക്കുന്ന ആളാണ്. അതെ 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 ഒരു പ്രാവശ്യം മറുപടി നമ്മൾ രണ്ടാമത് കേട്ടില്ല എന്ന് പറയില്ല. അതെ അതെ വ്യക്തമായ മറുപടി. സ്കൂളിന്റെ പേരൊക്കെ പറഞ്ഞു കേട്ടിട്ട്. ശ്രീരാഗ് എന്താണ് ഇത് ഈ ചെണ്ട ഇതിനോട് ഇത്രയും വലിയ താല്പര്യം വരാൻ കാര്യം എന്താ? എന്റെ അച്ഛനും ചേട്ടനും ചെണ്ടമേളക്കാരാണ്. അപ്പൊ നമ്മള് പാരമ്പര്യമായിട്ട് ചെണ്ടയാണ്. അപ്പൊ എന്റെ കഴിവ് കണ്ടെത്തിയ എന്റെ അച്ഛനാണ്. പിന്നെ അതിലോട്ട് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അവരെ ഒന്ന് വേദിയിലേക്ക് എന്തായാലും ഒരു വലിയ ചെണ്ട വിദ്വാനായി മാറട്ടെ. അതെ. ശ്രീരാഗിന്റെ അച്ഛനും അമ്മയും ഒന്ന് വേദിയിലേക്ക് വരാമോ പ്ലീസ്? നമസ്കാരം. നമസ്കാരം. നമസ്കാരം ആന്റി. മോൻ മാത്രമാണോ കൈയും കാലും ഒക്കെ, അതോ നിങ്ങൾ എല്ലാവരും ഈ കാര്യങ്ങളിലൊക്കെ ഉള്ളവരാണോ? ഇല്ലില്ല, മോൻ മാത്രമാണല്ലേ? ഒരു വാദ്യം ഉപയോഗിക്കാൻ തന്നെ വലിയ പാടാണ്. ചെണ്ടയിൽ ഒരു വാദ്യം ഉപയോഗിക്കുന്നുണ്ട് ഭയങ്കര പാടാണ്. അതെ. അപ്പൊ പിന്നെ രണ്ടാമതൊരു വാദ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും മോന് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു 4 മാസം മുന്നെയാണ് തുടങ്ങിയതെന്ന്. അത് ആരാ തുടങ്ങിച്ചത്? സാർ തന്നെയാണോ? അല്ലല്ല, ഞാൻ അങ്ങനെ ചെയ്തില്ല. പുള്ളിക്കാരൻ തന്നെ ഒരു കവിതാരൻ ടീച്ചറുണ്ട്. ആ ടീച്ചറാണ് പുള്ളിക്കാരനെ എൻ്റെ മോട്ടിവേഷനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരാൾ ഇത് ചെയ്ത്, പേരെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അത് കണ്ടാണ് ചെയ്തത്. ഓക്കെ ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാണ്. ചേട്ടൻ എങ്ങനെയാണ്? എപ്പോഴും കൂടെ ഹെൽപ്പ് ചെയ്യാറുണ്ട്? പഠിപ്പിക്കാനൊക്കെ എപ്പോഴും ചേട്ടൻ കൂടെ ഉണ്ടാവും? ഉണ്ട്. അപ്പൊ ഇപ്പൊ അച്ഛനും മക്കളും ഒക്കെ ഒരുമിച്ചാണോ പോകുന്നത്? ആണ്, വായിക്കാനൊക്കെ പോവാറുണ്ട്. നസീർക്ക, അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു വാദ്യം വായിക്കണേ തന്നെ വളരെ പാടാണെന്ന്. അതെ. ഇതിൽ എന്താണ് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അദ്ദേഹം തന്നെ പറയുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരേ സമയത്ത് 2 കൈയും 2 കാലും വെച്ചിട്ട് ഇത്ര ഇൻസ്ട്രുമെന്റ്സ് വായിക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതും ഈ പ്രായത്തില് ഭയങ്കര ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണത് കേട്ടോ. നന്നായി. ഓക്കെ നസീർക്ക, താങ്ക് യു.